2018 എന്ന തൻ്റെ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിനും മോശം അനുഭവം ഉണ്ടായെന്ന് സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫ്. ജൂനിയർ ആർട്ടിസ്റ്റിനോട് പ്രധാന നടൻ മോശമായി പെരുമാറി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ നടനെ മാറ്റിയെന്നും ജൂഡ് ആൻ്റണി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തു വരണമെന്നും ജൂഡ് ആൻ്റണി. ഒത്തിരി പേര് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായ തെളിവുകളുമായിട്ട് എല്ലാവരുടെയും പേര് പുറത്തുവരണമെന്നാണ് എൻ്റെ ഫസ്റ്റ് പറയാനുള്ളത്. കാർഡടച്ച് വെടിവെക്കുക എന്നുള്ളതിന് മാറ്റിയിട്ട് കൃത്യമായിട്ട് പറയുക എന്താണ് സംഭവിച്ചത്. അത് അവരുടെ അവർക്കെതിരെ തെളിവുണ്ടെങ്കിൽ അതും കൂടി പറയുക. നമ്മുടെ സിനിമയിൽ തന്നെ 2018 എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വളരെ മോശമായി സംസാരിച്ചതിന്റെ പേരിൽ അയാളുടെ സീൻ പോലും ഞാൻ കട്ട് ചെയ്തില്ല. അയാൾ കട്ട് ചെയ്ത് കളഞ്ഞു. അയാൾ പിന്നെ പടത്തിൽ ഉണ്ടായിട്ടില്ല. അയാൾ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരാളാണ്. നമ്മുടെ പടത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റൊരാളെ വെച്ചിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. ആ സിനിമയിൽ ഇപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാമോ, ഒരു ക്യാരക്ടറിൽ നിന്ന് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ ക്യാരക്ടറെ മാറി വേറൊരാളാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ്. യുവാക്കളുടെ ഇടയിലുള്ള എവിടെ നിന്നൊക്കെയാണ് ഈ സാധനം കിട്ടുന്നത്, ആരൊക്കെയാണ് ഇത് അവർ കൊടുക്കുന്നത്, ഇത് ഇത്രയും വലിയ കെമിക്കൽസ് ഒക്കെയാണ് ചിലർ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. എന്തായാലും ഈ വക പരിപാടികളൊന്നും നമ്മുടെ സെറ്റുകൾ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളിൽ ഒരു 3 സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തും 4 സിനിമ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ്. പിന്നെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഞാൻ അധികം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ ഒരു 8 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഷൂട്ട്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കോട്ടയത്ത് നിന്നാണെന്ന് വരേണ്ടത്. ഞാൻ കോട്ടയത്ത് നിന്ന് വെളുപ്പിന് 5:30 ഞാൻ ഇറങ്ങി. ഞാൻ 8 മണിക്ക് മുമ്പ് ലൊക്കേഷനിലെത്തി. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന ആള് വന്നത്, നായകൻ വന്നത് ഉച്ച കഴിഞ്ഞ് 3:30 വന്നത്. അതിനുശേഷം 3:30 വന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ സീൻ എടുക്കുകയും പിന്നെ രാത്രിയാണ് ഉള്ളത് സീൻ. അപ്പം ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്ത് സമയത്ത് ഇവനോ 9:30 മുമ്പ് ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ അവൻ്റെ സീൻ ആദ്യം എടുക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇതെടുത്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിന്നെ അത് നടന്നത്. അപ്പോൾ അന്ന് ഞാൻ കണ്ടതാണ് ഇങ്ങനെ. അപ്പോൾ അന്ന് അതിന് നിർമ്മാതാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാശൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവൻ വീണ്ടും കാശ് ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവനെ കാണുമ്പോൾ ഇയാൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്, കാശ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. അത്തരത്തിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് കേവലം ഒരു എന്താ പറയുക, ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കാതെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്.